ഇന്ന് നമുക്ക് ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഗ്രാമറിൽ അധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കാതെ, വലിയ പ്രാധാന്യം കൊടുക്കാതെ ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നതിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുഡ് ഹാവ് ഇവയുടെ ഉപയോഗവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ ഒരു കമ്മ്യൂണിക്കേഷൻ പറയുകയാണ്, നമ്മൾ എങ്ങനെ സംസാരിക്കാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ട്രൈ ചെയ്യുക. നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഓർമ്മയിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് അത് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് സെൻറ്റൻസുകൾ കിട്ടും. നമ്മൾ കുറേ ഗ്രാമർ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് സെൻറ്റൻസുകൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്കിങ്ങനെ മനസ്സിലാക്കി വെക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് വരുന്ന തെറ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഞാൻ ഒരാളെ കണ്ടിട്ട്, എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടിട്ട് ഞാൻ ചോദിക്കുകയാണ്, നീ ഇന്നലെ ഇന്റർവ്യൂവിന് പോയില്ലേ? എങ്ങനെ നമുക്ക് ചോദിക്കാൻ കഴിയും? ഇന്നലത്തെ കാര്യമാണ്, പോയില്ലേ എന്നാണ്, പോയോ എന്നല്ല. നീ ഇന്നലെ ഇന്റർവ്യൂവിന് പോയില്ലേ? നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ആക്കൂ. കിട്ടിയോ നിങ്ങൾക്ക്? പോയില്ലേ, ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. എങ്ങനെയാണ്? ഡിഡ് നോട്ട് വേണം. Didn't you go for interview yesterday? Didn't you go for interview yesterday? ഇന്നലെ നീ ഇന്റർവ്യൂവിന് പോയില്ലേ? Didn't പറയൂ. Didn't you go for the interview yesterday? The interview yesterday. പോയില്ലേ എന്നാണ് നമ്മൾ ചോദിച്ചത്. പോയോ എന്നാണെങ്കിൽ നമ്മൾ ഡിഡ് ഉപയോഗിച്ചാൽ മാത്രം മതി. പോയില്ലേ എന്നായതുകൊണ്ട് ഡിഡിൻറ്റ് യു ഗോ ഫോർ ദ ഇന്റർവ്യൂ യെസ്റ്റർഡേ. അപ്പൊ ഞാൻ പറയാണ്, ആ കേട്ടയാൾ പറയും, ഞാൻ ചോദിച്ചത് ചോദിച്ചു. അപ്പോ മറ്റേയാള് നിങ്ങളോട് പറഞ്ഞു, എനിക്ക് പോവാൻ പറ്റിയില്ല. ഞാൻ പോയില്ല എന്നല്ല കേട്ടോ ഒരു പറഞ്ഞത്. എന്തെന്നാ പറഞ്ഞത്? എനിക്ക് പോവാൻ പറ്റിയില്ല. ഈ പറ്റിയില്ല എന്ന് പറയാൻ ഐ ഡിഡിൻറ്റ് ഗോ എന്നല്ല പറയേണ്ടത്. പറ്റിയില്ല, ഐ കുഡിൻറ്റ് ഗോ. കുഡ് നോട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുഡ് നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ല, ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ നമ്മൾ കുഡ് നോട്ട് ഉപയോഗിക്കുന്നു. സോ ഐ കുഡിൻറ്റ് ഗോ, എനിക്ക് പോകാൻ പറ്റിയില്ല. ഇനി ഞാൻ പോയില്ല ഇന്നലെ ഞാൻ പോയില്ല എന്നാണെങ്കിലോ, ഐ ഡിഡിൻറ്റ് ഗോ യെസ്റ്റർഡേ. ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞത് എന്താണ്? എനിക്ക് പോകാൻ കഴിഞ്ഞില്ല, പോകാൻ പറ്റിയില്ല. ഐ കുഡിൻറ്റ് ഗോ. വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. പോകാൻ പറ്റിയില്ല, കഴിഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ കുഡ് നോട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോ നീ ഇന്നലെ ഇന്റർവ്യൂവിന് പോയില്ലേ? ഇംഗ്ലീഷിൽ ചോദിക്കൂ. യെസ്റ്റർഡേ. എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ എന്തായിരിക്കും എൻ്റെ ഒരു ചോദ്യം? അടുത്തത് എന്തായിരിക്കും? എന്ത് പറ്റിയെന്ന് നമ്മൾ ചോദിക്കും. എന്ത് പറ്റിയേ? നീ പോകാത്തത് എന്ത് പറ്റിയെന്ന് ചോദിക്കും നമ്മളല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചോദിക്കാം? വാട്ട് ഹാപ്പൻ. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം വൈ വാട്ട് ഹാപ്പൻ. എന്തുകൊണ്ട്? എന്ത് പറ്റി? വൈ വാട്ട് ഹാപ്പൻ. പറഞ്ഞേ, വാട്ട് ഹാപ്പൻഡ്. അപ്പോ ശ്രദ്ധിച്ചിരിക്കണേ. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിക്കാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ്. അപ്പോ ഞാൻ പറയാണ്, ആ സമയത്തല്ലേ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നത്. ഞാൻ പോയത് എന്നല്ല ഞാൻ പറഞ്ഞത്. എന്തെന്നാ ഞാൻ പറഞ്ഞത്? പോകേണ്ടി വന്നത്. വ്യത്യാസം ഓർത്ത് വെക്കുക. ഞാൻ പോയത് എന്നല്ല, ആ സമയത്താണ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നത്. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ഹാഡ് ടു. ഏതാണ്? ഹാഡ് ടു. നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യം, ആരെങ്കിലും നിർബന്ധിച്ചതിന്റെ പേരിലോ അതല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത, നമ്മൾ പ്രതീക്ഷിക്കാതെ ആ ഒരു സാഹചര്യം വന്നതിന്റെ പേരിലോ ഒക്കെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കാണ് നമ്മൾ ഹാഡ് ടു ഉപയോഗിക്കുന്നത്. ഞാൻ ഹാഡ് ടു, ഹാസ് ടു, ഹാവ് ടു ഒക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അപ്പോ ഹാഡ് ടു ആണ്. ടു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേർബ് ഫസ്റ്റ് ഫോമിൽ മാത്രമാണ് നമ്മൾ ഇടേണ്ടത്. ഹാഡ് ടു കഴിഞ്ഞ വേർബ്. അപ്പൊ പോകേണ്ടി വന്നത് ഐ ഹാഡ് ടു ഗോ. വരേണ്ടി വന്നത് ഐ ഹാഡ് ടു കം.
വിളിക്കേണ്ടി വന്നത്. ഐ ഹാഡ് ടു കോൾ. ക്ലിയർ ആയേ? ഇനി വായിക്കേണ്ടി വന്നത്. ഐ ഹാഡ് ടു റീഡ്. ഐ ഹാഡ് ടു കുക്ക്. അത് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പം ആ സമയത്താണെന്ന് നമുക്ക് എങ്ങനെ പറയാം? അറ്റ് ദാറ്റ് ടൈം എന്ന് നമുക്ക് പറയാം. അത് നമുക്കറിയാം. അപ്പൊ ആ സമയത്താണ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നത്. എനിക്ക് ഐ ഹാഡ് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ അറ്റ് ദാറ്റ് ടൈം. എന്താണ്? ഐ ഹാഡ് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ അറ്റ് ദാറ്റ് ടൈം. പറയൂ. അപ്പൊ നിങ്ങൾ ഈ സെന്റൻസ് പല രീതിയിൽ ഉപയോഗിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഹാഡ് ടു എന്ന് പറയേണ്ടത് ചെയ്യേണ്ടി വന്നു എന്ന് പറയാനാണ് നമ്മൾ ഹാഡ് ടു ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ സെന്റൻസ് ആ ഒരു ഹാഡ് ടു ഉപയോഗിച്ച് പല സെന്റൻസുകൾ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരണം. ഐ ഹാഡ് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്താണ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നത്. അപ്പോ ഞാൻ ചോദിക്കും, നിനക്കത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കാമായിരുന്നില്ലേ? ഏൽപ്പിക്കാമായിരുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നിനക്കത് വേറെ ആരെയെങ്കിലും ഏൽപ്പിക്കാമായിരുന്നില്ലേ? അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? നിനക്ക് ചെയ്യാമായിരുന്നു. നീ ചെയ്തില്ലാത്ത സാഹചര്യത്തില് could have. നമ്മൾ പഠിച്ചതാണ് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് could have. ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും? could have ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആയില്ലേ? ചെയ്യാമായിരുന്നില്ലേ? could have. അപ്പോ അത് നമുക്കൊരു ചോദ്യമായിട്ട്, ചോദ്യ രൂപേണയാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലെ? നിനക്കത് വേറെ ആരെയെങ്കിലും ഏൽപ്പിക്കാമായിരുന്നില്ലേ? കുഡിന്റ്. ഏൽപ്പിക്കാമായിരുന്നില്ലേ എന്നാണ്. ഏൽപ്പിക്കാമായിരുന്നു എന്നല്ല, ഏൽപ്പിക്കാമായിരുന്നു എന്നുമല്ല, ഏൽപ്പിക്കാമായിരുന്നില്ലേ. കുഡിന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ ഡിഡിന്റ് ഉപയോഗിച്ച കാര്യം നമ്മൾ പഠിച്ചു, ചെയ്തില്ലേ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഇവിടെ ചെയ്യാമായിരുന്നില്ലേ. കുഡിന്റ്. കുഡിന്റ് you have asked someone else to go instead. Instead എന്ന് പറഞ്ഞാൽ പകരം. To go instead. പോകാൻ പകരം. To go instead. Couldn't you have asked someone else to go instead? Couldn't you have asked, ചോദിക്കാമായിരുന്നില്ലേ, someone else to go instead? പോകാൻ നിനക്ക് പകരം ആരോടെങ്കിലും നിനക്ക് ചോദിക്കാമായിരുന്നില്ലേ? couldn't you have. പറയൂ പറയൂ പറയൂ. ആരാ മടിക്കുന്നത്? to go instead. മടിച്ചിരിക്കരുത് കേട്ടോ. സംസാരിക്കണമെങ്കിൽ സംസാരിക്കുക തന്നെ വഴിയുള്ളൂ. നിങ്ങൾ കുറേ ഗ്രാമറൊക്കെ കേട്ടിട്ട് എനിക്ക് ഗ്രാമർ അറിയാം, ഇവിടെ കുട്ടാണ്, ഇവിടെ കുടാവാണ്, അല്ലെങ്കിൽ അവിടെ ഡിഡാണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. സംസാരിക്കണമെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങളോടിപ്പോൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളിത് പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങളുടെ നാവിൽ ഇംഗ്ലീഷ് ഒന്ന് വഴങ്ങണം, എന്നാലേ നിങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ. പറയണം. തെറ്റോ ശരിയോ എന്നുള്ളത് ഇവിടെ പ്രാധാന്യമുള്ള കാര്യമല്ല. നിങ്ങൾ തെറ്റാണെങ്കിൽ പോലും ഇംഗ്ലീഷ് പറഞ്ഞേ പറ്റത്തുള്ളൂ. പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഹൂ കുഡ് ഐ സെൻഡ്? എനിക്ക് ആരെ അയക്കാൻ പറ്റുക? കുഡ്. ഹൂ കുഡ് ഐ സെൻഡ്? ഞാൻ ആരെ അയക്കുക? ഹൂ കുഡ് ഐ സെൻഡ്. കുഡ് പറ്റുക. ഹൂ കുഡ് ഐ സെൻഡ്? ആരെയാണ് ഞാൻ അയക്കുക? അപ്പൊ ഞാൻ പറയാണ്, നിനക്ക് പോയിരുന്നെങ്കിൽ ആ ജോലി കിട്ടിയേനെ. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. നിനക്ക് പോയിരുന്നെങ്കിൽ, എങ്കിൽ, ഇഫ്. പോയിരുന്നെങ്കിൽ ഇഫ്. അപ്പൊ ഇഫ് ക്ലോസ് എന്നൊക്കെ പറഞ്ഞിട്ടും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചെങ്കിൽ ഉണ്ട് കേട്ടോ, ഇഫ് ക്ലോസ് ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ. അപ്പൊ അത് ഞാൻ കണ്ടീഷണൽ ക്ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്കും ഞാൻ ഇവിടെ തരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. തരാം. നിങ്ങളത് നിർബന്ധമായിട്ടും കേൾക്കണം. കാരണം നിങ്ങളത് കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്ന് ഞാൻ ആക്കുന്നതെങ്കിൽ എനിക്കറിയാം. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടോ എന്ന് എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കാതെ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ലിങ്ക് തരുന്നത് നിങ്ങൾ കേൾക്കാൻ വേണ്ടി തന്നെയാണ്. ഇഫ് ക്ലോസ് മനസ്സിലാക്കാൻ തുള്ളിയൊരു ബുദ്ധിമുട്ടുണ്ട്.
സാരമാക്കണ്ടെന്നേ, നമുക്ക് ശ്രമിച്ചാൽ കിട്ടാത്തത് എന്താ ഉള്ളത്? നീ പോയിരുന്നെങ്കിൽ ജോലി കിട്ടിയേനെ. സാധ്യത, മൈറ്റ് ഹാവ്. സാധ്യത, മൈറ്റ് ഹാവ്. എന്താണ്? മൈറ്റ് ഹാവ്. ഇന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന ലിങ്കുകൾ നിങ്ങൾക്ക് അത്രക്കധികം പ്രാധാന്യമുള്ളതാണ്. ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ഇഫ് യു ഹാഡ് ഗോൺ ദെയർ, നീ അവിടെ പോയിരുന്നെങ്കിൽ. ഇഫ് ഇത് എന്തുകൊണ്ടാണെന്നാണെങ്കിൽ നിങ്ങൾ ആ ക്ലോസ് ഒന്ന് പഠിക്കേ. ഇതിപ്പോ ഞാൻ ഇപ്പം പറഞ്ഞാൽ ശരിയാവില്ല. ഇഫ് യു ഹാഡ് ഗോൺ ദെയർ, ഹാഡ് ഉപയോഗിച്ചാൽ B3. നീ അവിടെ പോയിരുന്നെങ്കിൽ ജോലി നിനക്ക് കിട്ടിയേനെ. യു മൈറ്റ് ഹാവ് ഗോട്ട് ദ ജോബ്. യു മൈറ്റ് ഹാവ് ഗോട്ട് ദ ജോബ്. യു മൈറ്റ് ഹാവ് ഗോട്ട് ദ ജോബ്. അപ്പൊ ഈ എന്തുകൊണ്ടാണ് ഈഫ് അവിടെ ഉപയോഗിച്ചു, ഹാഡ് ഉപയോഗിച്ചു, അല്ലെ മൈറ്റ് ഹാവ് ഉപയോഗിച്ചു എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ അതറിയണമെങ്കിൽ ഞാനിപ്പോ പറഞ്ഞ ഇഫ് ക്ലോസ് നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ. ഇഫ് ക്ലോസ് പഠിക്കാതെ അതെങ്ങനെയാണ്, അതിൻ്റെ കൂടെ ഹാഡ് ഉപയോഗിക്കേണ്ടതുണ്ട്, വുഡ് ഉപയോഗിക്കുന്നതുണ്ട്, സാധ്യതകൾ പറയുന്നതുണ്ട്, പല കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പൊ ഞാൻ അടുത്ത ദിവസം ഈ ഇഫ് ക്ലോസ് വെച്ചിട്ടുള്ള സെന്റൻസുകളുമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അപ്പൊ അറിയത്തില്ലെന്ന് വരെ മനുഷ്യൻ പോലും മിണ്ടിപ്പോയേക്കരുത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്ന് സംസാരിച്ചത് മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് പോകാൻ പറ്റിയില്ലെന്നേ. നീ ഇന്നലെ ഇന്റർവ്യൂവിന് പോയില്ല? ഓക്കെ, ഈ രണ്ട് കാര്യം പെട്ടെന്ന് കമന്റ് ബോക്സിൽ ചെയ്യണേ. എനിക്ക് പോകാൻ പറ്റിയില്ലെന്നേ, പെട്ടെന്ന് കമന്റ് ബോക്സിൽ ചെയ്തോ. നീ ഇന്റർവ്യൂവിന് പോയില്ലേ? എനിക്ക് അപ്പോഴല്ലേ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നത്. പെട്ടെന്ന്, അപ്പോഴല്ലേ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നത്. പെട്ടെന്ന് പെട്ടെന്ന്. എനിക്ക് അപ്പോഴല്ലേ ഫോൺ വിളിക്കേണ്ടി വന്നത്. അപ്പോ ഇങ്ങനെയുള്ള സെന്റൻസുകളൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നെ പഠിക്കണം. ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ ഈ ഗ്രാമർ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ തെറ്റുകൾ ഏതാണ് സെന്റൻസിൽ വരുത്തുന്നത്, ഇതൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ ഇതൊക്കെ ശരിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനേ പറ്റത്തുള്ളൂ. സംസാരിക്കണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചു തന്നെ പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ ഒപ്പോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി സംസാരിച്ച് പഠിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറും നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ സഹായത്തോടെ, എൻ്റെ ട്രെയിനറുടെ സഹായത്തോടെ പല രീതിയിൽ നിങ്ങൾക്ക് സംസാരിച്ച് പഠിക്കാവുന്നതാണ്. അപ്പോൾ വേറെ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി.